നമ്മുടെ വിജയ് സേതുപതി ആദ്യം രജനീകാന്തിന്റെ വില്ലനായി, പിന്നെ വിജയുടെ വില്ലനായി, ശേഷം കമൽഹാസന്റെ വില്ലനായി, ഇതൊക്കെ കഴിഞ്ഞ് ബോളിവുഡിൽ പോയി അവിടെ ഷാറൂഖിന്റെ വില്ലനായി. ഇങ്ങനെ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു വിജയ് സേതുപതി ഉണ്ടായിരുന്നു. ഒരു 2015-16 ടൈമിലൊക്കെ തമിഴ് മീം പേജുകളിൽ സ്ഥിരം വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. തമിഴിലെ മറ്റു നടന്മാരുടെ സിനിമകളിൽ വെടിയും പുകയും ഒക്കെയുള്ള ഇൻട്രൊഡക്ഷൻ സീൻ കാണിക്കുമ്പോൾ ഇദ്ദേഹം വരുന്നത് ഒരു സൈക്കിൾ ചവിട്ടിക്കൊണ്ടായിരിക്കുമെന്ന്. ആ സിംപ്ലിസിറ്റി ആയിരുന്നു പുള്ളിയുടെ അന്നത്തെ സിനിമകളുടെ മുഖമുദ്ര. അതാണിപ്പോൾ പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും. അക്കൂട്ടത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു സിനിമയായിരുന്നു കടലും കടന്നു പോകും. സംഗതി ഒരു ഗുണ്ടയുടെ കഥയാണ്, അല്ലെങ്കിൽ നാട്ടും പുറത്തു നിന്ന് രക്ഷപ്പെട്ട് പട്ടണത്തിൽ വന്ന് വലിയൊരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ഈ സിനിമയുടെ ചുറ്റും സമാധാനത്തിന്റെ ഒരു പ്രഭാവലയമുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. റൊമാൻസ് ആണ് സിനിമയുടെ മറ്റൊരു പ്രധാന ഘടകം. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ, അല്ലെങ്കിൽ ടെയിൽ എൻഡ് എന്ന് പറയാം, അവിടെ നായകനും നായികയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന സീനാണ്. വേറെ ഡയലോഗുകളൊന്നുമില്ല. പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി വരും. സോ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കണ്ടു നോക്കുക.